നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും ആസ്ട്രോ മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ കുറേ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഈ നക്ഷത്രദോഷങ്ങളും പരിഹാരങ്ങളും. അതായത് ഈ നക്ഷത്രദോഷങ്ങളും പരിഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രക്കാർക്കും വിപരീതമായി വരുന്ന ദശകളും അല്ലെങ്കിൽ അതിൽ ചെയ്യേണ്ട പരിഹാരങ്ങളും ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് നന്നായി പ്രയോജനപ്പെടും എന്നൊരു അഭിപ്രായം കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നാൽ 27 നക്ഷത്രക്കാരുടെയും ആ കാര്യങ്ങളോട് പറയാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് നമ്മൾ ഓരോ സൂചനകളൊക്കെ പല അധ്യായങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഓരോ നക്ഷത്രത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അത് പുതിയ പ്രേക്ഷകർക്ക് കൂടി അത് ഗുണപ്രദമാവും എന്നുള്ളത് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിൽ 400 ചില്ലാനം വീഡിയോകൾ ശാസ്ത്രീയമായിട്ട് തന്നെ ഫലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കേൾക്കുക, കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനലിൽ ഉൾപ്പെടുത്തേണ്ട പുതിയ വിഷയങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്യാം കേട്ടോ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിച്ച് കാണുക. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഈ വിഷയങ്ങൾ കൂടുതൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരിലേക്ക് കൂടുതൽ എത്തുന്നതിന് അത് സഹായമാവും. അപ്പോൾ ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവായിട്ടുള്ള ഫലങ്ങളെ പറയാൻ സാധിക്കൂ. ഓരോ നക്ഷത്രക്കാരും ഇപ്പോൾ അശ്വതി നക്ഷത്രം തന്നെ 4 പാദമുണ്ട്. അങ്ങനെ എല്ലാ നക്ഷത്രങ്ങളും 4 പാദമുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും അവനവൻ്റെ ജാതകം വെച്ചിട്ടൊന്ന് വിശകലനം ചെയ്താൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇത് പൊതുഫലങ്ങളാണ് കേട്ടോ, പൊതുവെയുള്ള ഫലങ്ങളാണ്. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും പൊതുവെയുള്ള ദോഷങ്ങളും ഓരോ ദശാപഹാരങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ജാതക ദോഷങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് പരിഹാരക്രിയകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ നമ്മൾ ഓരോ ജാതകത്തിൽ നിന്നും മനസ്സിലാക്കി ആ പോരായ്മകൾക്ക് അനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദേവതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുക. അല്ലാതെയുള്ള ആളുകൾക്ക് ജാതകം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും തന്നെ ഉണ്ടാവണില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരത്തെ കുട്ടി മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൽ പ്രതികൂലമായിട്ട് ഭവിക്കുന്ന വിഷയങ്ങൾ എന്ത്, നമ്മളെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്ത് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവനവൻ്റെ പൂർവ്വജന്മ സുഹൃത ദുഷ്കൃതങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജാതകം എഴുതുന്നത്. അതിൽ വാരം, താരം, തിഥി, കരണം, യോഗം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം നക്ഷത്രവശാലുള്ള ഗുണദോഷങ്ങളെ അല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങളെ നമുക്ക് പരിഹരിക്കുന്നതിന് എന്താ വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് പുരുഷ നക്ഷത്രമാണ്. അതേപോലെ തന്നെ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. അതൊക്കെ അറിയാലോ, ഒക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക്, അശ്വതി നക്ഷത്രക്കാർക്ക് സൂര്യദശയും ചൊവ്വാദശയും വ്യാഴദശയും വളരെ മോശം അനുഭവങ്ങളെ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ബലാബലമൊക്കെ നോക്കിയിട്ട് അത് പറയാവൂ. എന്നിരുന്നാലും 3ാമതായിട്ടും 5ാമതായിട്ടും 7ാമതായിട്ടും വരുന്ന ദശാകാലങ്ങളാണ് സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ. ഇപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് ബലമുണ്ട്, നവാംശക ബലമുണ്ട്, വർഗോത്തമുണ്ട്, ശുഭദൃഷ്ടി ഉണ്ടെങ്കിലൊക്കെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അതാണ് ഓരോരുത്തരിലേക്കും വരുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെന്ന് പറയുന്നത് കോടാനുകോടി ആളുകളുണ്ടാവും കേരളത്തിൽ തന്നെ, അല്ലേ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരേ അനുഭവങ്ങൾ വരുന്നില്ല. അത് അവനവൻ്റെ ജനനകാലത്തെ ആസ്പദമാക്കി കൃത്യമായിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ യഥാർത്ഥ ഫലങ്ങൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ദശാകാലങ്ങൾ ഈ പറഞ്ഞ ചൊവ്വയുടെയും സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ കുറച്ച് അപകടകരമാണ്. അതേപോലെ തന്നെ അവർ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ, അത് അശ്വതി മകം മൂലം ഈ നാളുകൾ വരുമ്പോൾ അവനവൻ്റെ പക്കപ്പിറന്നാൾ എന്നാണ് പറയുക. പിറന്ന നാളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളും, അതായത് അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങൾ, അതായത് 10ാമത്തെ നാളും 19ാമത്തെ നാളും, അതിനാണ് പക്കപ്പിറന്നാൾ എന്ന് പറയുക. പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ഒരുപാട് ദോഷങ്ങളെ അകറ്റാൻ, ഏത് ക്ഷേത്രമാണെങ്കിലും അവിടെ ദർശനം നടത്തുക. പ്രത്യേകിച്ച് ഗണപതി പ്രീതിക്ക്
വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഒന്നും കൂടിയൊക്കെ നന്നാവുക. ജന്മനക്ഷത്രങ്ങൾ ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതേപോലെ ജന്മരാശിയുടെ അധിപതി, ഇതിപ്പോൾ മേടം രാശിയിലാണ് ഇപ്പോൾ ഇത് വരിക, ഈ നക്ഷത്രം വരിക. അപ്പോൾ ഈ മേടൻ രാശിയുടെ അധിപതിയായിരിക്കുന്ന ചൊവ്വയെ പ്രത്യേകമായിട്ട് പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. നവഗ്രഹ പ്രതിഷ്ഠല ക്ഷേത്രങ്ങൾ ചൊവ്വയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പൂജകൾ ഒക്കെ ചെയ്യുക. ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം സുബ്രഹ്മണ്യനെ ഭജനം നടത്തുകയോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ അവിടെ പാൽപ്പായസം പോലെയുള്ള വഴിപാടുകൾ, പാലഭിഷേകം, പാൽപ്പായസമല്ല പാലഭിഷേകം പോലെയുള്ള വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും. അതേപോലെ ഈ നക്ഷത്രക്കാർ ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കേണ്ട ചില നക്ഷത്രങ്ങളെ പറയാം. കാർത്തിക നക്ഷത്രം, മകീരം നക്ഷത്രം, പുണർദം നക്ഷത്രം, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, വിശാഖം നക്ഷത്രം. അപ്പോൾ വിശാഖത്തിൻ്റെ 4-ാം പാദം കേട്ടോ, വിശാഖ നക്ഷത്രം ഒക്കെ ഒഴിവാക്കണം. അതായത് 45 നാഴികയ്ക്ക് ശേഷം വരുന്ന 15 നാഴിക, അവസാനത്തെ പാദം നൃത്തം. ഈ ഇതൊക്കെ നമ്മൾ ശുഭകർമ്മങ്ങൾക്ക് നമ്മൾ ഈ നക്ഷത്രങ്ങൾ സാധാരണയായിട്ട് ഒഴിവാക്കേണ്ടത് നല്ലതാണ്. അശ്വിനി ദേവകളാണ് ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവവൈദ്യന്മാരാണ് അശ്വിനി ദേവകൾ. ഈ അശ്വിനി ദേവന്മാരെ നിത്യേന പൂജിക്കുന്നതും ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതേപോലെ ചുവന്ന വസ്ത്രങ്ങൾ, ചൊവ്വാഴ്ച ദിവസം ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും നന്നായിരിക്കും. മന്ത്രം ആയിട്ട് ഓം അശ്വിനി കുമാരാഭ്യാം നമഃ എന്ന് 108 കാലത്തും വൈകുന്നേരത്തും ജപിക്കുന്നതും നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ദോഷങ്ങൾ വരുന്ന ദശാകാലങ്ങളെ മനസ്സിലാക്കി നമ്മൾ ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ദിവസങ്ങളിൽ ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങളെ പറ്റി മനസ്സിലാക്കി ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ഏതൊക്കെ ഈശ്വരന്മാരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സാധാരണ ജാതകമില്ലാത്ത ആളുകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമ്മളെ ദോഷങ്ങളൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും. പിന്നെ ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതം മനുഷ്യന് അനിവാര്യമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ജീവിതം തീർക്കുക എന്നല്ല, ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു ജീവിതം. ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, അതേപോലെ തന്നെ ഗുരുജനങ്ങളെ നിത്യവും ഇപ്പോൾ കാൽത്തൊട്ട് വന്ദിക്കുന്ന പരിപാടിയൊന്നും ഇപ്പോൾ അച്ഛനും അമ്മേനെ പോലും കാൽത്തൊട്ട് വന്ദിക്കുന്ന പരിപാടിയൊന്നുമില്ല. എങ്കിലും അതൊക്കെ വേണം. പിതൃമാതൃസ്മരണ, അവനവനെ വിദ്യ പഠിപ്പിച്ച ഗുരുനാഥനെ സ്മരിക്കുക, അതൊക്കെ വേണ്ടതാണ്. കഴിയാവുന്ന രീതിയിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി പറ്റാവുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യണത് നമ്മുടെ ജീവിതത്തെ പൊടുന്നനെയുള്ള ആപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാനുള്ളത്. അടുത്ത അധ്യായത്തിൽ നമ്മൾ ഭരണി നക്ഷത്രത്തെ പറ്റിയിട്ട് വിലയിരുത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം, ഓണാശംസകൾ.